ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, രണ്ടാമത്തെ ആക്ടിവിറ്റി റേഷ്യോ ആണ് ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ഷോസ് ദ സ്പീഡ് വിത്ത് വിച്ച് ഡെറ്റേഴ്സ് ആർ ടേൺഡ് ഓവർ ഓർ ഡെറ്റേഴ്സ് ആർ കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ്. എന്താ ഡെറ്റേഴ്സ്? ദ പേഴ്സൺ ടു ഹൂം വി മേക്ക് ക്രെഡിറ്റ് സെയിൽസ്. നമ്മൾ ക്രെഡിറ്റ് സെയിൽ നടത്തുന്ന വ്യക്തികളെയാണ്, അല്ലെങ്കിൽ ക്രെഡിറ്റ് പർച്ചേസ് നടത്തിയിട്ട് നമുക്ക് പൈസ തരാനുള്ളവരെയാണ് നമ്മൾ ഡെറ്റേഴ്സ് എന്ന് പറയുക. അപ്പോൾ ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ കണ്ടുപിടിക്കാൻ നോക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? എത്ര പെട്ടെന്നാണ് ഡെറ്റേഴ്സ് നമുക്ക് പേയ്മെൻറ്റ് തരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രെഡിറ്റ് കളക്ഷൻ പോളിസി എഫിഷ്യൻ്റ് ആണോ ഇൻഎഫിഷ്യൻ്റ് ആണോ. ഓക്കെ, അപ്പോൾ ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ഷോസ് വെദർ ഡെറ്റേഴ്സ് ആർ മേക്കിംഗ് ദ പേയ്മെൻറ്റ് ക്വിക്കലി ഓർ സ്ലോലി. ഓക്കെ, so it shows how quickly debtors are converted into cash. So it shows the relationship between debtors and net credit sales. ഞാൻ പറഞ്ഞു ക്രെഡിറ്റ് സെയിൽ നടത്തുമ്പോഴാണ് ഡെറ്റേഴ്സ് ഉണ്ടാകുന്നത്. അപ്പോൾ അത് ഓർത്താൽ മതി. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ആൻഡ് ഡെറ്റേഴ്സ്. എന്താ ഫോർമുല? നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ ആവറേജ് ഡെറ്റേഴ്സ്. ആവറേജ് ഡെറ്റേഴ്സ് ഇൻക്ലൂഡിങ് ബിൽസ് റിസീവബിൾ. അപ്പോൾ ആവറേജ് ഡെറ്റേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഓപ്പണിംഗ് ഡെറ്റേഴ്സ് പ്ലസ് ഓപ്പണിംഗ് ബിൽസ് റിസീവബിൾ പ്ലസ് ക്ലോസിംഗ് ഡെറ്റേഴ്സ് പ്ലസ് ക്ലോസിംഗ് ബിൽസ് റിസീവബിൾ. ഓക്കെ, അപ്പോഴാണ് നമുക്ക് ഡിവൈഡഡ് ബൈ 2. ക്ലിയർ? ഓപ്പണിംഗ് ഡെറ്റേഴ്സും ഓപ്പണിംഗ് ബിൽസ് റിസീവബിൾ കൂടെ ആഡ് ചെയ്യുന്നു, പ്ലസ് ക്ലോസിംഗ് ഡെറ്റേഴ്സ് ക്ലോസിംഗ് ബിൽസ് റിസീവബിൾ, ഇത് 4 കൂടെ ആഡ് ചെയ്യുന്നു, ഡിവൈഡഡ് ബൈ 2. അപ്പോഴാണ് നമുക്ക് ആവറേജ് ഡെറ്റേഴ്സ് കിട്ടുന്നത്. നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഗ്രോസ് സെയിൽസിൽ നിന്ന് ക്യാഷ് സെയിൽസ് കുറയ്ക്കും, സെയിൽസ് റിട്ടേണും കുറയ്ക്കും കേട്ടോ. നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് കൺസിസ്റ്റ് ഓഫ് ഗ്രോസ് സെയിൽസ് ക്രെഡിറ്റ് സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ ഇഫ് എനി ഫ്രം ദ കസ്റ്റമേഴ്സ്. സോ ആവറേജ് ഡെറ്റേഴ്സ് മീൻസ് സിംപ്ലി ഇത് ആവറേജ് ഓഫ് ഡെറ്റേഴ്സ്. ആ ഡെറ്റേഴ്സിൽ ഏതും പെടുന്നു നമ്മൾ പറഞ്ഞ ബിൽസ് റിസീവബിൾ. ക്ലിയർ അല്ലേ? ഇനി എന്താണ് നെറ്റ് ടേൺ ഓവർ റേഷ്യോ? ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ഫോർമുല ഒന്നുകൂടെ പറയട്ടെ. നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ ആവറേജ് ഡെറ്റേഴ്സ്. ആവറേജ് ഡെറ്റേഴ്സ് ഇൻക്ലൂഡിങ് ബിൽസ് റിസീവബിൾ. ക്ലിയർ? And this ratio is expressed in times. Higher the times, suppose നിങ്ങൾക്ക് 10 times പെട്ടെന്ന് ഉണ്ടോ 10 times വളരെ ക്വിക്കലി എന്തായിട്ട് മാറുന്നു? ഡെറ്റേഴ്സ് ക്യാഷ് ആയിട്ട് മാറുന്നു, അല്ലെങ്കിൽ ഡെറ്റേഴ്സ് ആർ മേക്കിംഗ് പേയ്മെൻറ്റ്സ് ക്വിക്കലി. ഇനി എന്താണ് സ്റ്റാൻഡേർഡ് ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ? ഇവിടെ പറഞ്ഞത് സ്റ്റാൻഡേർഡ് റേഷ്യോ ജനറലി എ റേഷ്യോ 7 ഈസ് കൺസിഡേർഡ് ആസ് സാറ്റിസ്ഫാക്ടറി. Because it is very difficult to establish a standard ratio for a debtors turnover ratio, because it depends upon the number of factors such as nature of the business, nature of the industry, credit policy of the firm, etc. Generally ഞാൻ പറഞ്ഞു 7 ആണ് കൺസിഡർ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് 7 എന്ന് പറയുമ്പോൾ എത്രയാണ്? 45 days നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, ഇനി എന്താണ് സിഗ്നിഫിക്കൻസ് ഓഫ് ഡെറ്റേഴ്സ് ടേണോവർ റേഷ്യോ? ഞാൻ ഓൾറെഡി പറഞ്ഞു. ഡെറ്റേഴ്സ് ടേണോവർ റേഷ്യോ ഷോസ് how quickly debtors are being turned off or debtors are being converted into cash. It shows the liquidity or a quality of debtors. The liquidity, the speed with which debtors are being converted into cash. It helps to evaluate the credit collection policy. ഞാൻ പറഞ്ഞു credit policy or credit collection policy efficient ആണോ inefficient ആണോ. Not enough to make credit sales. Credit sales നടത്തിയാൽ പോരാ. പിന്നെയോ നമ്മൾ വളരെ കണ്ണിങ് ആയിട്ട് ടാക്ട്ഫുള്ളി നമ്മൾ എന്ത് കളക്ട് ചെയ്യണം? എമൗണ്ട് കിട്ടാനുള്ള എമൗണ്ട് കളക്ട് ചെയ്യണം കേട്ടോ. ക്രെഡിറ്റ് കളക്ഷൻ പോളിസി ഷുഡ് ബി എഫിഷ്യൻറ്റ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറ്റും? ബാഡറ്റ് ഉണ്ടാവും. നമ്മൾ പൈസ ക്രെഡിറ്റ് സെയിൽ നടത്താൻ മാത്രമല്ല, നമ്മുടെ സാധനം പോകുക മാത്രമല്ല, പൈസയും നഷ്ടപ്പെടും, കസ്റ്റമേഴ്സും നഷ്ടപ്പെടും കേട്ടോ. ഇഫ് യു ആർ നോട്ട് കളക്ടിങ് ദ ഡെറ്റ് ഇൻ ഡ്യൂ ടൈം, not only that amount is or debt becomes bad debt, but also even customers will be lost. പിന്നെ നമ്മളെ കാണുമ്പോൾ അവർ അതിനൊക്കെ തടുക്കത്തില്ല, അവർ ഓടിപ്പോകും. അതുകൊണ്ട് പറയുന്നു ക്രെഡിറ്റ് കളക്ഷൻ പോളിസി ഷുഡ് ബി എഫിഷ്യൻറ്റ്. ഓക്കെ, ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ഷോസ് ദ എഫിഷ്യൻസി വിത്ത് വിച്ച് ഡെറ്റേഴ്സ് ആർ ബീയിങ് മാനേജ്ഡ്. ക്ലിയർ? ഇനി എങ്ങനെയാണ്? ഇതാണ് സിഗ്നിഫിക്കൻസ്. ഇനി എങ്ങനെയാണ് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്? എ ഹൈ ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ഷോസ് ദാറ്റ് debtors are being collected very quickly, or credit collection policy and management of debtors are efficient, or debts are collected very quickly and very promptly. On the other hand, lower the turnover ratio, it shows that
മാനേജ്മെൻറ്റ് ഓഫ് ഡെറ്റേഴ്സ് ഈസ് ഇൻഎഫിഷ്യൻറ്റ്, ക്രെഡിറ്റ് കളക്ഷൻ പോളിസി ഈസ് ഇൻഎഫിഷ്യൻറ്റ്. അടുത്ത പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാകും. എന്താണ് ACP? ACP മീൻസ് ആവറേജ് കളക്ഷൻ പീരിയഡ്. ആവറേജ് കളക്ഷൻ പീരിയഡ്. ഇറ്റ് ഷോസ് ഹൗ മെനി ഡേയ്സ് ആർ ടേക്കൺ ടു ഗെറ്റ് പേയ്മെൻറ്റ് ഫ്രം ദ ഡെറ്റേഴ്സ്. ഡെറ്റേഴ്സിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് എത്ര ദിവസം കൊണ്ടാണ് നമുക്ക് പൈസ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാനുണ്ട്. അപ്പോൾ ഞങ്ങൾ നോക്കും എത്ര ദിവസം കൊണ്ടാണ് ഫീസ് നിങ്ങൾ അടയ്ക്കുന്നത്. ചിലപ്പോൾ 3rd സെമ്മിലെ 4th സെമ്മിലെ 5th സെമ്മായിട്ട് നമ്മൾ പൈസ അടച്ചിട്ടെങ്കിൽ ഓർത്ത് നോക്കിക്കുക, ഒരു വർഷമൊക്കെയാണ് ലാഗ് ചെയ്യുന്നത് ഉണ്ടോ. സോ ദ സ്പീഡ് വിത്ത് വിച്ച് നമ്പർ ഓഫ് ഡേയ്സ് ടേക്കൺ ടു കളക്ട് ദ പേയ്മെൻറ്റ് ഫ്രം ദ ഡെറ്റേഴ്സ്. ഇറ്റ് റെഫേഴ്സ് ടു how many days are taken or how many months are taken to get the payment from the debtors, whether credit collection policy is inefficient or efficient, or the credit is liberal ആണോ stringent ആണോ. ഇവിടെ നമ്മൾ ഫോർമുല നോക്കാം. 360 or 12 divided by debtors turnover ratio. ഫോർ എക്സാമ്പിൾ debtors turnover ratio നമുക്ക് കിട്ടിയത് 10 times. ഞാൻ പറഞ്ഞു എഫിഷ്യൻ്റാണ്. എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ നമുക്ക് നോക്കിക്കാം എത്ര ദിവസം കൊണ്ട് നമുക്ക് ഡെറ്റേഴ്സിൻ്റെ അടുത്ത് പൈസ കിട്ടുന്നുണ്ട്. സപ്പോസ് 360 ഞാൻ എടുക്കുകയാണ്. 360 ദിവസം, 360 ഡിവൈഡഡ് ബൈ, അല്ലെങ്കിൽ 365 ഡിവൈഡഡ് ബൈ, 365 തന്നെ ആക്കട്ടെ. 365 ഡിവൈഡഡ് ബൈ 10 എന്ന് പറഞ്ഞാൽ 37 ദിവസം കൊണ്ട് നമുക്ക് ഡെറ്റേഴ്സ് ക്യാഷ് തരുന്നുണ്ട്. ഉണ്ടോ? നമ്മുടെ ക്രെഡിറ്റ് കളക്ഷൻ പോളിസി എഫിഷ്യൻ്റ് ആണ്. ഇനി അതാണ് ഫോർമുല എന്താ? 360 or 12 ഡിവൈഡ് ബൈ ഡെറ്റേഴ്സ് ടേൺഓവർ റേഷ്യോ. അല്ല എങ്കിൽ നിങ്ങൾക്ക് ACP തന്നെയാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ നേരത്തെ ഫോർമുല ഉൾട്ടാക്കിയാൽ മതി, തിരിച്ചിടുക. ഇപ്പോൾ എന്താ ഫോർമുല? ആവറേജ് ഡെറ്റേഴ്സ് ഡിവൈഡഡ് ബൈ നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ഇൻറ്റു 365. ഇത് പഠിച്ചാൽ മതി കേട്ടോ, അതാണ് ഇപ്പോൾ ആവറേജ് ഡെറ്റേഴ്സ് ഇൻക്ലൂഡിങ് മിസ്റേഷ്യോ ബൈ നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ഇൻറ്റു 365 ഓർ 12. ഇൻറ്റു 365 ഇട്ടാൽ നമുക്ക് ഡേയ്സ് കിട്ടും, 12 ഇട്ടാൽ മന്ത് കിട്ടും. ക്ലിയർ അല്ലേ? അപ്പം മറ്റേ ഫോർമുല തിരിച്ചിടുന്നു, എന്നിട്ട് ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ് ഓർ മന്ത് എടുക്കുന്നു. ദെൻ വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ആവറേജ് കളക്ഷൻ പീരിയഡ്? ഇറ്റ് ഷോസ് ഹൗ മെനി മന്ത്സ് ആർ ടേക്കൺ ടു ഗെറ്റ് പേയ്മെൻറ്റ് ഫ്രം ദ ഡെറ്റേഴ്സ്. ഡെറ്റേഴ്സിൻ്റെ അടുത്തുനിന്ന് ക്യാഷ് കിട്ടാൻ വേണ്ടി നമ്മൾ എത്ര കാലം കാത്തിരിക്കണം എന്ന് പറഞ്ഞാൽ, വളരെ പെട്ടെന്ന് കിട്ടുന്ന പൈസ തരുന്നുണ്ടോ, സ്ലോലി ആണോ അവർ പൈസ തരുന്നത്, പ്രോംപ്റ്റ്ലി കിട്ടുന്നുണ്ടോ, സ്ലോലി ആണോ കിട്ടുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ക്രെഡിറ്റ് കളക്ഷൻ പോളിസി. ഇപ്പോൾ സപ്പോസ് വേറൊരു ഫോമിൻ്റെ ടൈംസ് സപ്പോസ് 5 ആണ് നോക്കിക്കോ. 5 ആകുമ്പോൾ നോക്കിക്കേ, 365 ഡിവൈഡഡ് ബൈ 15. അപ്പോൾ നമുക്ക് കിട്ടും 74 ദിവസം. അർത്ഥം എന്താ? 74 ദിവസം നമുക്ക് കാത്തിരിക്കണം ഡെറ്റേഴ്സിൻ്റെ അടുത്തുനിന്ന് പൈസ കിട്ടാൻ വേണ്ടി. നമ്മുടെ ക്രെഡിറ്റ് കളക്ഷൻ പോളിസി ഇൻഎഫിഷ്യൻ്റ് ആണ്. നമ്മുടെ ക്രെഡിറ്റ് പീരീഡ് ഓർ ക്രെഡിറ്റ് പോളിസി ഓഫ് ഗ്രാൻഡിങ് ക്രെഡിറ്റ് കൊടുക്കുന്ന പോളിസി നമ്മുടെ ലിബറലാണ്. നമ്മൾ ലാവിഷായിട്ട് 75 ദിവസത്തെ ക്രെഡിറ്റ് കൊടുത്തിരിക്കുകയാണ്. ക്ലിയർ അല്ലേ? അതുകൊണ്ട് പറയുന്നത് നമ്മൾ മേടിക്കാനുള്ളത്, കിട്ടാനുള്ളത് വളരെ പെട്ടെന്ന് മേടിച്ചെടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ പൈസ ആരാൻ്റെ കയ്യിൽ പോയി കിടന്നാൽ നമുക്ക് ആ പൈസയ്ക്ക് ഇൻട്രസ്റ്റ് എല്ലാം നഷ്ടപ്പെട്ടു പോകും. ക്ലിയർ അല്ല? അതുകൊണ്ടാണ് പറയുന്നത് ഡെറ്റേഴ്സ് ടേൺഓവർ റേഷ്യോ ഷോസ് വാട്ട് ഈസ് ദ ലിക്വിഡിറ്റി ഓഫ് ഡെറ്റേഴ്സ്, വാട്ട് ഈസ് ദി എഫിഷ്യൻസി ഓഫ് ഡെറ്റേഴ്സ് മാനേജ്മെൻറ്റ്, റിസീവബിൾസ് മാനേജ്മെൻറ്റ്, whether debtors are making the payment quickly or slowly. So a high turnover ratio shows that debtors are making the payment very quickly, and so higher the turnover ratio, lower the period. ഉണ്ടോ? അപ്പം പീരീഡ് കുറയും. 10 times ആയപ്പോൾ നമുക്ക് 37 ദിവസമായിരുന്നു. 5 times ആകുമ്പോൾ നമുക്ക് ഇൻഎഫിഷ്യൻ്റാണ് എന്ന് പറഞ്ഞാൽ 74 ദിവസം കൊണ്ടാണ് നമുക്ക് ഡെറ്റേഴ്സിൻ്റെ അടുത്തുനിന്ന് ക്യാഷ് കിട്ടുന്നത്. ക്ലിയർ അല്ല? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്കിവിടെ ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട്. ഫ്രം ദ ഫോളോയിങ് ഫൈൻഡ് ഔട്ട് DTR നമുക്ക് ACPയും കൂടെ കണ്ടുപിടിക്കാം കേട്ടോ. DTR ക്രെഡിറ്റ് സെയിൽ 32,000, സെയിൽസ് റിട്ടേൺ 2,000, ഡെറ്റേഴ്സ് 5,000, ബിൽസ് റിസീവബിൾ 2,000. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഇതിപ്പോൾ ക്ലോസിംഗ് ആയിരിക്കും. ഒരു ഡെറ്റേഴ്സ് ഉള്ളെങ്കിൽ തന്നിരിക്കുന്നത് നമ്മൾ ക്ലോസിംഗ് ഡെറ്റേഴ്സ് ആയിട്ടാണ് അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ 2 കൂടെ ആഡ് ചെയ്തിട്ട് അങ്ങോട്ട് എടുക്കും, ആവറേജ് കാണത്തില്ല. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് പ്രോബ്ലം ചെയ്തിരിക്കുന്നത് നോക്കാം. എന്താ ഫോർമുല? നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡ് ബൈ ഡെറ്റേഴ്സ് ഇൻക്ലൂഡിങ് ബിൽസ് റിസീവബിൾ. നെറ്റ് ക്രെഡിറ്റ് സെയിൽ എത്ര? 32,000. സെയിൽസ് റിട്ടേൺ കുറച്ചു, അപ്പം നമുക്ക് കിട്ടി 30,000. ഡെറ്റേഴ്സ് എത്രയാണ്? 5,000 + 2,000 7,000. ഡെറ്റേഴ്സ് ടേൺഓവർ റേഷ്യോ 30,000 ഡിവൈഡഡ് ബൈ 7,000. അപ്പോൾ നമുക്ക് കിട്ടി 4.3 ടൈംസ്, 4.3 പ്രാവശ്യം. ഇനിയും
നമുക്കറിയാം. അപ്പോൾ ഇവിടെ എഫിഷ്യൻ്റ് ആണോ ഇന്നെഫിഷ്യൻ്റ് ആണോ ഇൻ്റർപ്രിറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇന്നെഫിഷ്യൻ്റ് വളരെ സ്ലോയിലാണ്. 4.3 ടൈംസിലാണ് അതെന്തായിട്ട് മാറുന്നത്, ക്യാഷായിട്ട് മാറുന്നത്. ഓർ ക്രെഡിറ്റ് മാനേജ്മെൻറ്റ് ഓർ റിസീവൽസ് മാനേജ്മെൻറ്റ് ഈസ് ഇന്നെഫിഷ്യൻ്റ്. ഇനി നമുക്ക് ACP ഒന്ന് കണ്ടുപിടിക്കാം. ACP ഈസ് ഈക്വൽ ടു 365 ഡിവൈഡഡ് ബൈ 4.3. 365 ഡിവൈഡഡ് ബൈ 4.3 ഈസ് ഈക്വൽ ടു 84 ദിവസം. 84.8 ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് 85 എടുക്കാം. അർത്ഥം എന്താ, 85 ദിവസം കൊണ്ടാണ് ഡെറ്റേഴ്സിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് ക്യാഷ് കിട്ടുന്നത്. നമ്മുടെ ക്രെഡിറ്റ് മാനേജ്മെൻറ്റ് ഓർ റിസീവബിൾസ് മാനേജ്മെൻറ്റ് വളരെ ഇന്നെഫിഷ്യൻ്റാണ്. നമ്മുടെ പൈസ ആരാൻ്റെ കൈ കിടക്കുക ഉണ്ടോ, നമുക്ക് അത്രമാത്രം ഇൻട്രസ്റ്റ് നഷ്ടപ്പെട്ടു പോവുക. അതുമാത്രമല്ല, നമ്മൾ ആ പൈസ എടുത്തിട്ടാണ് നമ്മൾ സാധനം മേടിച്ച് അല്ലെങ്കിൽ സാധനം ഉണ്ടാക്കിയത്, എന്നിട്ടാണ് നമ്മൾ സെയിൽസ് നടത്തിയിരിക്കുന്നത് ബിസിനസ്സിൽ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ആ പൈസ ബോറോ ചെയ്തിട്ടായിരിക്കും ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇൻട്രസ്റ്റ് നമുക്ക് നഷ്ടപ്പെട്ട് അത് നമ്മൾ കയ്യിൽ നിന്ന് കൊടുക്കണം. ക്ലിയറല്ല? അതുകൊണ്ടാവണ്ടോ ഇവിടെ ഡെറ്റേഴ്സ് മാനേജ്മെൻറ്റ് ഈസ് ഇന്നെഫിഷ്യൻ്റാണ്. ക്ലിയറല്ലേ? അപ്പോൾ നമ്മൾ കണ്ടു എന്താണ് ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ആൻഡ് ACP. ഒന്ന് വർക്കൗട്ട് ചെയ്യും.